നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ശരവൺ മഹേശ്വർ. സ്പാർക്ക് മീഡിയ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലമേ പാർവതിയോട് പറയൂ എന്നുള്ള 101 കവിതകളുടെ അവസാന ഭാഗം ജൂലൈ 6 ടെലികാസ്റ്റ് ചെയ്യുകയാണ് സ്പാർക്ക് മീഡിയ. 2023 നവംബർ 17 തുടങ്ങി വെച്ച ഈ പ്രോജക്റ്റ് 2024 ജൂലൈ 6 അവസാനിക്കുകയാണ്. 9 മാസത്തെ അശ്രാന്തമായിട്ടുള്ള പരിശ്രമം. 8 വെത്തോയേർ നിരന്തരം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു എന്ന് എടുത്തു പറയേണ്ടതാണ്. അത് മറക്കാവതല്ലതാണ്. സ്പാർക്ക് മീഡിയ CEO ശ്രീമതി ഷീജ ജയ് ഇതിനുവേണ്ടി ഒരുപാട് ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ. ഗായകരും സംഗീത സംവിധായകരും കുറേ പേർ ഇതിൽ കവിതകൾ ആലപിച്ചിട്ടുണ്ട്. കവിതകൾ അവതരിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ കവിതകൾ പാടുമ്പോൾ അതിൽ അക്ഷരത്തെറ്റുകൾ വരുന്ന ഒരു വല്ലാത്ത പ്രതിസന്ധിയെ നേരിട്ടുണ്ടായിരുന്നു. അപ്പോൾ പലപ്പോഴും ഞാൻ ശ്രീജയോട് ഇതേപ്പറ്റി പറയുകയും സൂചിപ്പിക്കുകയും ഒക്കെ ഉണ്ടായി. വളരെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഇങ്ങനെയാണോ ചെയ്യേണ്ടത്, അങ്ങനെയാണോ ചെയ്യേണ്ടത്, അതിലെ കവിതകളുടെ വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കണ്ടേ, അല്ലെങ്കിൽ കവിതകൾ അതിൻ്റെ അക്ഷരത്തെറ്റുകൾ മനസ്സിലാക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാത്രിയുടെ 2-ാം യാമത്തിലും 12 മണിക്കും 1 മണിക്കും ഒക്കെയാണ് അവരെ വിളിച്ച് ഇതേപ്പറ്റി പറയുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കാരണം ഒന്ന്, നമ്മൾ സൃഷ്ടിക്കുമ്പോൾ അതിനൊരു തെറ്റ് വന്നാൽ പിന്നെ അതൊരിക്കലും തിരുത്താൻ പറ്റില്ല. അപ്പോൾ ആ തെറ്റുകൾ തന്നെ വീണ്ടും വീണ്ടും കേൾക്കുകയും അതേപ്പറ്റി അവലോകനം ചെയ്യുകയും ചെയ്യുന്ന ധാരാളം പേർ ഈ ലോകത്തുണ്ട്. അപ്പോൾ ഒരു തെറ്റ് വന്നാൽ ആ തെറ്റ് തിരുത്തി വേണം വീണ്ടും ചെയ്യാൻ. അപ്പോൾ ഒരിക്കൽ അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് വരുന്നു, വീണ്ടും അത് കംപ്ലീറ്റ് ഡിലീറ്റ് ചെയ്ത് എത്രയോ മണിക്കൂറുകൾ എടുത്തിട്ടാണ് ഓരോ ചെയ്യുന്നത്. അത് വീണ്ടും തെറ്റ് തിരുത്തി വീണ്ടും അപ്ലോഡ് ചെയ്യുമ്പോഴൊക്കെ 2 മണി 3 മണിയാണ്. കുടുംബപരമായി ജീവിക്കുന്നവരെ എനിക്ക് വിഷമമുണ്ടെങ്കിലും പലപ്പോഴും ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. കാരണം വെള്ളി, ശനി, ഞായർ എന്നീ ദിവസങ്ങളിൽ രാത്രി 9 മണിക്ക് ഇത് അപ്ലോഡ് ചെയ്യുകയാണ്. അപ്പോൾ 3 എപ്പിസോഡ്, ഓരോ ആഴ്ചയിലും 3 എപ്പിസോഡ് നമ്മൾ ഒരാഴ്ചക്ക് മുന്നേ ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ പലർക്കും പലയിടത്തും പോകേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട്, പലർക്കും പല കുടുംബകാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതിനിടയിലെല്ലാം ഒരു എപ്പിസോഡ് പോലും മുടങ്ങാതെ ഇത്രയും ചെയ്യാൻ കഴിഞ്ഞത് അവരുടെ നിസ്സീമമായ ആത്മാർത്ഥമായ സഹകരണം കൊണ്ടാണെന്ന് പറയാതെ വയ്യ. പക്ഷെ പലപ്പോഴും എന്തായാലും പറഞ്ഞാലും ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും അത് നമ്മുടെ ചാനലിനെയും ചാനൽ പ്രോഗ്രാമിനെയും ബാധിക്കരുത് എന്നുള്ളൊരു ചിന്ത കൂടിയുണ്ട്. അതുപോലെ തന്നെ കവിയും സാഹിത്യകാരനും ബഹുമുഖ പ്രതിഭയായ ഖത്തർ ടൈംസിൻ്റെ എഡിറ്ററുമായ ശ്രീ മുഹമ്മദ് സഹീർ പണ്ടാരത്തിൽ, അദ്ദേഹം ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഈ 101 കവിതകളും പൂർണ്ണമാവില്ല. ഇത് എവിടെയെങ്കിലും മുടങ്ങിപ്പോയാന്. ഖത്തറിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു. ഖത്തറിലാണ് അദ്ദേഹത്തിൻ്റെ കുടുംബം 10-21 വർഷമായിട്ട് ഖത്തറിലാണ്. നല്ലൊരു എഴുത്തുകാരനാണ്, പ്രത്യേകിച്ച് എൻ്റെ അടുത്ത സുഹൃത്തുമാണ്. ചിലപ്പോഴൊക്കെ ദേഷ്യം ഞാൻ അദ്ദേഹത്തോടും പറയാറുണ്ട്, അത് ശരിയായില്ല, ഇത് ശരിയായില്ല എന്ന്. എനിക്ക് വേണ്ടി ഒരുപാട് സമയം അദ്ദേഹം ചിലവഴിച്ചിട്ടുണ്ട്. എനിക്കെന്തെങ്കിലും വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ കവിതകൾ കൊണ്ട്, അല്ലെങ്കിൽ ഈ കവിത അവതരിപ്പിക്കുന്നതിലൂടെ ശരവൺ മഹേശ്വർ എന്നുള്ള ഒരു സാഹിത്യകാരൻ അല്ലെങ്കിൽ ഒരു കവി ഇവിടെ ജീവിച്ചിരുന്നു എന്ന് തെളിവ് ഉണ്ട് എന്ന് ആർക്കെങ്കിലും തോന്നുമെങ്കിൽ അതിൻ്റെ കുറച്ച് ഭാഗം, അല്ലെങ്കിൽ അതിൻ്റെ പകുതി പേര് ഇദ്ദേഹത്തിനും കൂടെ കൊടുക്കേണ്ടതാണ്. അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് എൻ്റെ മനസ്സിലെ തോന്നലുകളും എൻ്റെ മനസ്സിലെ ഐഡിയകളും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹം ഇതിൻ്റെ 101 കാരിക്കേച്ചർ, 1, 2, 3 അല്ല, 101 കാരിക്കേച്ചർ വളരെ ഭംഗിയായി വരയ്ക്കുകയും അതേപോലെ തന്നെ ഓരോ എപ്പിസോഡിനും ഓരോ കവിതയ്ക്കും അനുയോജ്യമായിട്ടുള്ള വീഡിയോസ് കണ്ടെത്തുകയും
അത് ഇതിലൂടെ അവതരിപ്പിക്കുകയും എനിക്ക് ഇഷ്ടമില്ലാത്ത വീണ്ടും അദ്ദേഹം തരപ്പെടുത്തി തരികയും ഒക്കെ ചെയ്ത ഒരു വലിയ വ്യക്തിത്വമാണ് സഹീർ ഭണ്ഡാരത്തിൽ. അദ്ദേഹത്തെ സ്മരിക്കാതെ, അദ്ദേഹത്തെ പറയാതെ കടന്നു പോകുന്നത് ശരിയല്ല. അതുപോലെ തന്നെ മാധ്യമത്തിൻ്റെ ചീഫ് റിപ്പോർട്ടർ ബിജു, അദ്ദേഹവും എൻ്റെ സാഹിത്യ വളർച്ചയിൽ വളരെയധികം പ്രോത്സാഹനങ്ങൾ തന്നിട്ടുണ്ട്. എനിക്ക് അവാർഡ് കിട്ടിയപ്പോഴുമൊക്കെ അദ്ദേഹം ന്യൂസും ഫോട്ടോയും ഒക്കെ കൊടുക്കുകയൊക്കെ ചെയ്തു. അതൊരു അംഗീകാരത്തിൻ്റെ ലക്ഷണമാണ്. അതൊന്നും നമ്മൾ അംഗീകരിക്കേണ്ടവരെ ബഹുമാനിച്ചേ മതിയാകും. അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഒരുപാട് വീഡിയോകൾ വിദേശത്തും UAE-യിലും ഖത്തറിലും സൗദിയിലും നെതർലാൻഡ്സിലും ലണ്ടനിലും അങ്ങനെ ലോകത്തിൻ്റെ വിവിധ പാരീസിൽ നിന്നും അങ്ങനെ ജർമ്മനിയിൽ നിന്നും വിവിധ രാജ്യങ്ങളിൽ നിന്നും ഒരുപാട് വീഡിയോകളൊക്കെ തരപ്പെടുത്തി തന്ന സംഗീത സ്റ്റേഷൻ, പ്രശാന്ത് പയ്യന്നൂർ, ഹരികുപ്പം, സഞ്ജു ചെറുവത്താനി, വിശ്വപ്രശസ്തനായ സിനിമാറ്റോഗ്രാഫർ കാർത്തിക് എസ് നായർ, ക്യാമറാമാനും ഡോക്യുമെൻ്ററി പ്രൊഡ്യൂസറും ധാരാളം അവാർഡുകൾ കരസ്ഥമാക്കിയ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ക്യാമറ വിഭാഗത്തിൻ്റെ തലവനായ ജി പ്രസാദ്, ശ്രീജ ജയ്, ദേവിയ എസ് അജയ്, ലക്ഷദ്വീപിലെ അഹമ്മദ്, ഈ പ്രോഗ്രാം ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയ പ്രവീൺ കുന്നത്ത്, മംഗളത്തിൻ്റെ പ്രധാനി ആയിട്ടുള്ള മംഗളം മണികണ്ഠൻ, മീഡിയ പ്ലസിൻ്റെ അവതാരകനും നടനും വലിയൊരു കലാകാരനുമായിട്ടുള്ള സുമിത് രാഘവ്, ക്യാമറാമാൻ രതീഷ് കുമാർ ദുർഗ, അങ്ങനൊരു നീണ്ട നിര തന്നെ ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്. അതുപോലെ ഇത് സംഗീത സംവിധായകനായ വൈഗ, അദ്ദേഹം 4-5 കവിതകൾ ആലപിച്ചിട്ടുണ്ട്. അങ്ങനെ മൊത്തത്തിൽ ഒരു 10-12 പേരുടെ ഒരു മഹത്തായ ചര്യ അല്ലെങ്കിൽ മഹത്തായ ഒരു പ്രവർത്തനം കൊണ്ടാണ് ഈ 101 കവിതകളും നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്ന് 97ാമത്തെ എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുകയാണ്. നാളെയും മറ്റന്നാളും 98, 99, 30 99 എപ്പിസോഡ് കഴിയാണ്. ജൂലൈ 5-നും 6-നും ഓടുകൂടി കാലമേ പാർവതിയോട് പറയൂ എന്ന കവിതാ സമാഹാരം സ്പാർക്ക് മീഡിയയിലൂടെ അവതരിപ്പിച്ചത് അവസാനിക്കുകയാണ്. ഇതെല്ലാം കാണുകയും ഇതേക്കുറിച്ച് അഭിപ്രായങ്ങളും ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും നിങ്ങളുടെ മനസ്സിൽ എന്ത് തോന്നുന്നു അത് സ്പാർക്ക് മീഡിയയിലും എൻ്റെ ചാനലിലും നിങ്ങൾ എഴുതുക. ഇതിനെ ഒരു വലിയ വിജയമാക്കി തീർക്കാൻ കഴിഞ്ഞ എല്ലാവർക്കും നന്ദി പറയുന്നു. ഒപ്പം ഇതുവരെ ഇത് തുടങ്ങിയിട്ട് ഇന്ന് വരെ ഏകദേശം 18,000 പേരോളം കവിതകൾ കേൾക്കുകയും ആസ്വദിക്കുകയും ചെയ്തു. 18,000 എന്ന് പറയുന്ന ഒരു ചെറിയ ഫിഗറായിരിക്കാം, പക്ഷേ കവിതയാണ് ഇത്. കഥയും സിനിമയും ഒന്നുമല്ല. അപ്പോൾ അത് ഉൾക്കൊള്ളാൻ, അത് ആസ്വദിക്കാൻ കവിതാ ആസ്വാദകർക്ക് മാത്രമേ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അങ്ങനെ ഈ 6-ാം തീയതി കാലമേ പാർവതിയോട് പറയൂ എന്ന് സ്പാർക്ക് മീഡിയ അവതരിപ്പിച്ച ഈ പ്രോഗ്രാം അവസാനിക്കുകയാണ്. ഓഗസ്റ്റിൽ ആത്മനൊമ്പരങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള ഒരു പുതിയ പ്രോജക്റ്റ് ആരംഭിക്കുകയാണ്. അത് ഏത് ചാനലിലാണെന്നൊന്നും ഇതുവരെ ഫൈനലൈസ് ചെയ്തിട്ടില്ല. 1989 ഒക്ടോബർ 6-ാം തീയതി ഞാൻ ഖത്തറിലെത്തുകയും 2024 ജൂലൈ 24-ാം തീയതി ഖത്തറിൽ നിന്ന് മടങ്ങുകയും ചെയ്തു. അങ്ങനെ 15 വർഷക്കാലം. ആ 15 വർഷക്കാലത്തിൽ 9 വർഷക്കാലം ഞാൻ അനുഭവിച്ച, ഞാൻ പോലും ചിന്തിക്കാത്ത, ഞാൻ പോലും എത്താത്ത മേഖലയിൽ ഞാൻ എത്തപ്പെടുകയും ഒരുപാട് ദുരിതങ്ങൾ നിറഞ്ഞ ആ ജീവിതമെല്ലാം താണ്ടി നല്ല നിലയിലെത്തുകയും നല്ല രീതിയിൽ ജീവിക്കാൻ കഴിയുകയും ഈശ്വരാനുഗ്രഹം കൊണ്ട് കഴിയുകയും ചെയ്ത ആത്മനൊമ്പരങ്ങൾ അഗ്നിയിലാവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള സൃഷ്ടിയും അതിലെ അനുഭവങ്ങളും 50 എപ്പിസോഡുകളായി അവതരിപ്പിക്കുകയാണ്.
ഓരോ ആഴ്ചയിലും ഒരു ദിവസം മാത്രം, ഞായറാഴ്ച 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ പ്രോഗ്രാം ഒരു നൂതന സാങ്കേതിക വിദ്യയും നൂതന രീതിയിലാണ് നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ വർക്കുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ആഗസ്റ്റ് മാസം തൊട്ട് തുടങ്ങാനാണ് അതിൻ്റെ പ്ലാൻ. ഈ ശങ്കജം എന്നുള്ള നോവൽ 38 എപ്പിസോഡുകളായി സ്പാർക്ക് മീഡിയ അവതരിപ്പിക്കുകയുണ്ടായി. അത് തന്നെ ഏകദേശം 45,000 ചില്ലുവാനും പേരോളം 50,000 പേർക്ക് അടുപ്പിച്ച് അത് കാണുകയും ആസ്വദിക്കുകയും ഇന്നും പലരും കാണുന്നു എന്നതിൽ ചാരിതാർത്ഥ്യമുണ്ട്. അതിനുശേഷമാണ് സ്പാർക്ക് മീഡിയ ഈ പ്രോഗ്രാം അവതരിപ്പിച്ചത്. പുതിയ സൃഷ്ടി, ആത്മമൃഗങ്ങൾ അഗ്നിയിൽ ആവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള സൃഷ്ടി അവതരിപ്പിക്കുമ്പോൾ അന്ന് എന്നോടൊപ്പം ജോലി ചെയ്ത ഒരുപാട് പേർ ഇന്നും ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അവർ അതേപ്പറ്റിയിട്ട് ഇത് തുടങ്ങുന്നതിന് മുമ്പേ അവലോകനം ചെയ്യുന്നുണ്ട്. ആറ്റിങ്ങൽ മണനാക്കിലുള്ള ഹാജ റഹ്മാൻ, സൈഫുദ്ദീൻ, മുനീർ, അങ്ങനെ സന്തോഷ് നമ്പലാട്ട്, അങ്ങനെ ഒരുപാട് പേർ, രാജീവ് കുമാർ, പി രവീന്ദ്രൻ, അങ്ങനെ എണ്ണിയാൽ തീരാത്ത ഒരു നിര അവരൊക്കെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അതിൽ ചിലരൊക്കെ എൻ്റെ ജീവിതത്തെക്കുറിച്ചും എന്നെക്കുറിച്ചും അഭൂതപൂർവമായിട്ടുള്ള ഒന്നും അസംഭവ്യമായ ഒന്നും പറയാതെ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ അവർ ഇൻട്രഡക്ഷനായി ഇതിൽ പറയുന്നുണ്ട്. എന്താണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്? ഇന്ന് യുവതലമുറ ചെറിയ കാര്യം പോലും നേരിടാൻ വയ്യാതെ ആത്മഹത്യ മുനമ്പിലേക്ക് പോവുകയാണ്. മൊബൈൽ കാണാൻ കൊടുക്കാത്തതുകൊണ്ട് 14 വയസ്സുകാരൻ കയറി ആത്മഹത്യ ചെയ്തതും, ചെറിയ കാര്യങ്ങൾ പോലും താങ്ങാൻ കഴിയാതെ ഓരോ മനസ്സും വിങ്ങുന്നതും, ജീവിതം മുരടിപ്പിക്കുന്നതും, ജീവിതം അവസാനിപ്പിക്കുന്നതും ഒക്കെ കാണുമ്പോൾ ശരിക്കും സങ്കടമാണ് തോന്നുന്നത്. ഈ ജീവിതം, ദൈവം തന്ന ഈ ജീവിതം, ഈ ഭൂമിയിൽ ജീവിക്കാനുള്ളൊരു അവസരം അത് പാഴാക്കി കളയുന്നല്ലോ എന്നോർക്കുമ്പോൾ വിഷമവും ഒന്നും ചെയ്യാൻ കഴിയാത്തൊരു നിസ്സഹായാവസ്ഥയാണ് എനിക്ക് തോന്നുന്നത്. എന്തിന് നിങ്ങൾ അനുഭവിച്ച ഈ കഥകളും നിങ്ങൾ അനുഭവിച്ച ഈ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു എന്ന് ഒരു റിട്ടയർഡ് ഉദ്യോഗസ്ഥൻ, എൻ്റെ സുഹൃത്തും കൂടിയായ അദ്ദേഹം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു നേരം ഭക്ഷണം കഴിക്കാൻ നിർവാഹമില്ലെങ്കിൽ ഉടനെ തന്നെ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ഈടാക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ സംഘടിപ്പിക്കാം എന്ന് ചിന്തിക്കുന്ന ഒരു ലോകം. ദിവസങ്ങളും ആഴ്ചകളും മാസങ്ങളും പട്ടിണിയും പരിവട്ടവും വിദ്യാഭ്യാസവും എല്ലാം ഉണ്ടായിട്ടും ഒരു കരയിലും എത്താത്ത ജീവിതം. അപ്പോൾ ഇന്നത്തെ സമൂഹം ഈ അനുഭവങ്ങളൊക്കെ ഒരിക്കൽ കേട്ടാൽ ചിലപ്പോൾ അവൻ്റെ ജീവിതം അവസാനിപ്പിക്കില്ല. അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണം പറയാമെങ്കിൽ, എൻ്റെ വിവാഹത്തിന് മുമ്പ് ഞാൻ മഞ്ഞപ്പിത്തം പിടിച്ച്, ജോണ്ടിസ് പിടിച്ച് രാമകൃഷ്ണ മിഷൻ ആശുപത്രിയിൽ കിടക്കുകയാണ്. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ, അന്ന് തമ്പാനൂരെ ശ്രീകുമാർ തിയേറ്ററിൻ്റെ ഫ്രണ്ടിൽ വെച്ച് കലാകൗമുദിക്ക് വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കാൻ, കലാകൗമുദിയിൽ ഫ്രണ്ട് കവർ പേജായിട്ട് വരാൻ ഇങ്ങനെ ചങ്ങല പൊക്കി പിടിച്ച് നിൽക്കുന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഞാനും അന്നത്തെയും ഇന്നത്തെയും പ്രശസ്ത ക്യാമറമാനായ ജയരാജ് ജി വല്ലിശാലയും കൂടി തിയേറ്ററിന് മുന്നിൽ എത്തുന്നു. സിനിമ വിടുന്ന സമയമാണ്. കുറേയധികം സ്റ്റില്ലുകൾ എടുത്തപ്പോൾ അത് ഷൂട്ടിംഗ് ആണെന്ന് കരുതി ആൾക്കാർ തള്ളലും മുന്തലുമായി. ഒരു വിധത്തിൽ കുറേ സ്നാപ്പുകൾ എടുത്ത് അവിടെ നിന്ന് മടങ്ങുമ്പോൾ ആ ഇരുമ്പ് ചങ്ങലയിൽ നിന്നും എവിടെയോ പോറിയൊരിത് കൈകൊണ്ട് മുറിയുകയും അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റോറിൽ ചെന്നൊരു ഇഞ്ചക്ഷൻ എടുക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ സ്റ്റെറിലൈസ് ചെയ്യാത്ത ആ ഇഞ്ചക്ട് ചെയ്യാനുള്ള ഉപകരണവും അതിൽ നീഡിലും ശരിക്കും സ്റ്റെറിലൈസ് ചെയ്യില്ല. വേറെ ആർക്കോ ചെയ്തതിൻ്റെ ജസ്റ്റ് ചൂടുവെള്ളത്തിലിട്ടിട്ട് എടുത്ത് അതെ എനിക്ക് പുതിയ മരുന്നിട്ട് ഇഞ്ചക്ട് ചെയ്യുകയായിരുന്നു. പക്ഷെ അത് എൻ്റെ ശരീരത്തിനെ ബാധിച്ച് വേറെ തരത്തിലായിരുന്നു. അങ്ങനെ മഞ്ഞപ്പിത്തം ബാധിച്ച് ശാസ്തമംഗലത്തെ രാമകൃഷ്ണ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുമ്പോൾ ഞാൻ വായിച്ചൊരു പുസ്തകമാണ് ഞാൻ. മഹാനായ, ഇന്ന് യൂറോപ്യൻ രാജ്യത്ത് എവിടെയെങ്കിലുമാണ് ജീവിച്ചിരുന്നെങ്കിൽ തീർച്ചയായും അദ്ദേഹത്തിന് ഒരു നോബൽ സമ്മാനം കിട്ടിയാണ്. അത്ര ഡെപ്തുള്ള എത്രയോ നാടകങ്ങൾ, നമുക്ക് ചിന്തിക്കാൻ കഴിയുന്ന അപ്പുറം
അദ്ദേഹത്തിൻ്റെ വീക്ഷണം മഹത്തരമാണ്. അദ്ദേഹം എഴുതിയ ഞാൻ എന്ന ആത്മകഥ ഞാൻ അവിടെ കിടന്നാണ് വായിക്കുന്നത്. അതിലെ ഒരുപാട് അനുഭവങ്ങൾ, രണ്ടാം ലോക മഹായുദ്ധകാലത്ത് സുഭാഷ് ചന്ദ്രബോസിനെ കണ്ടതും അവിടെയുള്ള അനുഭവങ്ങളും, ഒടുവിൽ അദ്ദേഹം മടങ്ങി വന്നപ്പോഴുള്ള അനുഭവങ്ങളും എല്ലാം വായിച്ചപ്പോൾ ജീവിക്കാനുള്ള ത്വര, ജീവിക്കണം എന്നുള്ളൊരു പ്രതിജ്ഞ എടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു പുസ്തകത്തിലൂടെ എനിക്ക് കിട്ടിയത്, ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ജീവിച്ചിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. അപ്പോൾ ആ പുസ്തകം എൻ്റെ മനസ്സിലുണ്ടാക്കിയ ചലനങ്ങൾ ഭയങ്കരമാണ്. ആയിരങ്ങൾ ചത്തിയടക്കുന്ന ഭൂമിയിൽ അഴുകി പുഴുത്ത ശരീരങ്ങളുടെ ഇടയിലൂടെ ഇഴഞ്ഞു നീങ്ങി പലവിധ യാതനകൾ സഹിച്ച് നാട്ടിലെത്തുന്ന മഹാനായ എഴുത്തുകാരൻ NN പിള്ള. നടൻ എന്നതിനേക്കാൾ ഉപരി എഴുത്തുകാരൻ എന്നുള്ള രീതിയിലാണ് ഞാൻ കാണുന്നത്. അദ്ദേഹത്തിൻ്റെ വീക്ഷണം, അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങൾ ഞാനെന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. അതിന് അബുദാബി ശക്തി അവാർഡും കൂടെ കിട്ടിയതാണ്. ആ സൃഷ്ടി വായിച്ചപ്പോൾ ഉണ്ടായ ഒരു ഊർജം, ആ ഊർജമാണ് എന്നിലെ എഴുത്തുകാരനെ, എന്നിലെ മനുഷ്യനെ ജീവിക്കാനുള്ള ആക്കം കൂട്ടിയത്. അതുകൊണ്ടാണ് അതിൻ്റെ ആ ഇൻസ്പിറേഷൻ, അതിൻ്റെ ആ ചോദന, അത് എൻ്റെ മനസ്സുണ്ടാക്കിയ ചലനങ്ങൾ ആണ് ഇങ്ങനെ ഒരു പുസ്തകം എഴുതാൻ ഞാൻ തീരുമാനിക്കുന്നത്. അങ്ങനെ 6-7 വർഷത്തെ കഠിന പ്രയത്നം കൊണ്ടാണ് ആത്മനൊമ്പരങ്ങൾ അഗ്നിയിലാവാഹിച്ച 9 വർഷങ്ങൾ എന്നുള്ള പുസ്തകം ഞാൻ എഴുതുന്നതും. അത് ഉത്തരേന്ത്യയിലെ ഉത്തർപ്രദേശിലെ cyberwit.net എന്നുള്ള പബ്ലിഷർ, അന്താരാഷ്ട്ര പ്രസിദ്ധീകരണമാണ്. അവർ പ്രസിദ്ധീകരിച്ച ഈ പുസ്തകം പബ്ലിക്കായി റിലീസായിട്ടില്ല. ഓൺലൈനിലായിട്ട് ഫ്ലിപ്കാർട്ടിലും ആമസോണിലും 15ഓളം ഓൺലൈൻ ചാനലുകൾ ലഭ്യമാണ്. അപ്പോൾ ആ പുസ്തകത്തിന് അകത്ത് ഞാൻ എഴുതിയതെല്ലാം സത്യസന്ധമായ കാഴ്ചപ്പാടിലൂടെയാണ്. കാലം കടന്നു പോകും, എഴുത്ത്, അക്ഷരങ്ങൾ അതെന്നും നിലനിൽക്കും എന്നുള്ള വിശ്വാസക്കാരനാണ് ഞാൻ. 35 കൊല്ലത്തെ സാഹിത്യ സബരിയയിൽ ഇന്നും എഴുത്തു തുടരുന്നു. അതാണ് എൻ്റെ ഊർജം. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. നിങ്ങളുടെ എല്ലാം പ്രോത്സാഹനം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. നന്ദി, നമസ്കാരം.